2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ, അതായത് കഴിഞ്ഞ കൊല്ലം, ഹൗസ് സർജൻ ഡോക്ടർ വന്ദനാദാസ് ഇതുപോലെ ആക്രമിക്കപ്പെട്ടതും കൊല ചെയ്യപ്പെട്ടതും. പക്ഷെ അന്നും ഈ പറഞ്ഞതുപോലെ പോലീസിൻ്റെ കൺമുന്നിൽ വെച്ചാണ് ഡോക്ടർ വന്ദന ആക്രമിക്കപ്പെട്ടത്. ഇന്നിപ്പോൾ വേറൊരു തരത്തിൽ കൊൽക്കത്തയിലെ ഈ ആശുപത്രിയിലെ യുവ ഡോക്ടർ ആക്രമിക്കപ്പെടുന്നത് മറ്റൊരു സാഹചര്യത്തിലാണ്. പക്ഷേ ഏതായാലും ഇത് രണ്ടും ആശുപത്രികളിൽ ആരോഗ്യ പ്രവർത്തകർ സുരക്ഷിതരല്ല എന്ന് നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്ന രണ്ട് സംഭവങ്ങളാണ്. ഡോക്ടർ നാദിയ, കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളം അടക്കം 25 സംസ്ഥാനങ്ങളിൽ ഈ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം നടന്നിട്ടുണ്ട്. ഇതോടുകൂടി ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാകും എന്ന് ഡോക്ടർ നാദിയ കരുതുന്നുണ്ടോ? കൊൽക്കത്തയിൽ നടന്ന സംഭവവും കൊട്ടാരക്കരയിൽ നടന്ന സംഭവവും ഒരേ സ്വഭാവത്തിലുള്ളതാണെന്നാണോ താങ്കൾ കരുതുന്നത്? ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ കൃത്യം 1 വർഷം 4 മാസം മുന്നേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇന്റേണായ ഡോക്ടർ വന്ദനാദാസിനെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അന്ന് നമ്മളെല്ലാവരും പ്രൊട്ടക്ഷന് വേണ്ടി കിടന്ന് നിലവിളിച്ചു. ഞാൻ ഉൾപ്പെടെയുള്ളവർ, ഞാൻ ഏറ്റവും കൂടുതൽ അന്ന് കയർത്ത് സംസാരിച്ച ഒരാളിൽ പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അന്ന് ഞങ്ങൾ അത്രയും പറഞ്ഞത് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം, ഞങ്ങൾക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ വേണം, ഞങ്ങൾക്ക് അവിടെ ഒരു സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് തന്നെ വേണം എന്ന് പറഞ്ഞ് കുറേ ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അതിന് ശേഷം ഇതിനകത്ത് വളരെ കൗതുകകരമായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന ടൈം അല്ലാണ്ട് അതിനുശേഷം ഒരു ഫോളോ അപ്പ്, അത് പ്രോപ്പർ ഫോളോ അപ്പ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാകട്ടെ അല്ലെങ്കിൽ മീഡിയാസ്, ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങൾ വരുമ്പോൾ സപ്പോർട്ട് ചെയ്ത് പബ്ലിക്കിൻ്റെ ഇടയിൽ എത്തുന്നത് നിങ്ങൾ മീഡിയാസ് തന്നെയാണ്. അപ്പോൾ ഈ മീഡിയാസ് പോലും ഒരു ഫോളോ അപ്പ് അതിൽ നടത്തുന്നില്ല. അപ്പം അന്ന് നടന്നതെന്ന് വെച്ചാൽ, പ്രൊട്ടക്ഷൻ എല്ലാം എഴുതിയിട്ടേക്കുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ അന്ന് വന്ദന ചേച്ചിയെ കുത്തിക്കൊന്നത്. അപ്പോൾ ആ ഒരു സംഭവം നടക്കുമ്പോൾ ആ കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുള്ള നോട്ടീസ് ഉണ്ട്, ഡോക്ടേഴ്സിനെയോ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലുള്ള പൊതുപ്രവർത്തകരെയോ ഏതെങ്കിലും വിധേന നമ്മൾ ഉപദ്രവിച്ചാൽ ഇത്ര വർഷത്തെ കഠിന തടവും ഇത്ര പിഴകളും ഉണ്ടാകുമെന്ന്. പക്ഷേ അതിനുശേഷം ഞങ്ങൾ അത്രയും പ്രൊട്ടസ്റ്റ് ചെയ്തു, കുറച്ച് ദിവസത്തെ സ്ട്രൈക്ക് നടന്നു, കുറച്ച് ദിവസം ഈ ന്യൂസ് റണ്ണായി. അതിനുശേഷം എന്താ നടന്നത്? നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, ആരൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു നമ്പർ ഓഫ് ലോസ് ഉള്ള നാട്ടിൽ വീണ്ടും ഒരു ലോ കൊണ്ടുവരിക. വീണ്ടും ഒരു ലോ കൊണ്ടുവന്നിട്ട് 5 year ഇംപ്രിസൺമെന്റ് എന്നുള്ളത് ഒരു 7 year ഇംപ്രിസൺമെന്റ് ആക്കി. പക്ഷെ ഇപ്പോഴും നമ്മൾ ഈ അടുത്തിടയ്ക്ക് സന്ദീപിൻ്റെ ഒരു ഫോട്ടോ കണ്ടപ്പോഴും സത്യം പറഞ്ഞാൽ വിഷമം തോന്നി. കാരണം ഇങ്ങനെയുള്ള പ്രതികൾ എത്ര കുറ്റം ചെയ്താലും അവർക്കൊരു ധൈര്യം നൽകുന്ന നിയമ നടപടികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. എത്രത്തോളം ഒരു കഠിനമായ നിയമ നടപടി ഉണ്ടെന്ന് ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്. ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം ഇനിയും ഇതിപ്പോൾ കുറച്ച് നാൾ അല്ലെങ്കിൽ എത്ര നാൾ നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്നായാലും അവർ ഒരുപോലെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഡോക്ടേഴ്സ് അല്ലേ, അവരെത്ര നാൾ ഈ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത്. പക്ഷേ ഈ ഒരു സമയം പോലും നമ്മൾ പബ്ലിക്കിനെ കൺസേൺ ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാ ഹോസ്പിറ്റലിലെ കാര്യം നിങ്ങൾ പറഞ്ഞു, എല്ലാ OPസും ഷട്ട് ഡൗൺ ആണെന്ന്. ശരിക്കും എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു സൺഡേ പോലെയുള്ളൂ ഈ ഒരു ദിവസം, അതായത് OPs ഇല്ല എന്നൊഴികെ എമർജൻസി വിഭാഗത്തിൽ നമ്മൾ സാധാ ഒരു 1 day ഫീവർ മുതൽ എമർജൻസി കാര്യങ്ങൾ വരെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ ക്യാമറാമാൻ ഉൾപ്പെടെ ഉള്ളൊരു ഹോസ്പിറ്റൽ പ്രെമിസസിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഞാൻ അവർ വന്ന സമയം തന്നെ ചോദിച്ചു, ചേട്ടാ ലൈക്ക് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഞങ്ങൾ സ്ട്രൈക്കിലാണെന്ന് തോന്നുന്നുണ്ടോ എന്ന്. അവർ ശരിക്കും എന്നോട് പറഞ്ഞതില്ല, ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ആ ടൈമിലും ഞങ്ങൾ പേഷ്യൻസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം കൺസിഡറേഷൻ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ്. കാരണം ചില ആശുപത്രികളിൽ രോഗികൾ വന്ന് അവരോട് പറയാമല്ലോ ദാറ്റ് ദ ഡോക്ടേഴ്സ് ആർ ഓൺ സ്ട്രൈക്ക് എന്ന് പറയാം. പകരം അവർ കോപ്പി ടിക്കറ്റ് കൊടുത്തു, അവർ കുറേ നേരം കാത്തു നിന്നു, അവർക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നവർ പറഞ്ഞു. പിന്നെ ചില ആശുപത്രികളിൽ അവർക്ക് കൃത്യമായി ഇന്ന ദിവസങ്ങളിൽ മാത്രം കാണേണ്ട ഡോക്ടർമാരുണ്ട്, അവരുടെ സേവനം അവർക്ക് ആ ദിവസം കിട്ടിയില്ല, അങ്ങനെ അവർക്ക് 1-2 ആഴ്ചകൾ ഇനി അതിൻ്റെ പേരിൽ ഒരുപക്ഷെ അവർക്ക് കാത്തിരിക്കേണ്ടി വരും എന്ന് ആളുകൾ പറഞ്ഞ കാര്യങ്ങളാണ്. ആൻഡ് ദാറ്റ് ഡസൻറ്റ് മീൻ നിങ്ങൾ നടത്തുന്ന ഒരു സമരത്തിന്, ആ സമരത്തിൻ്റെ ന്യായത്തെ, അതെന്തിനാണോ നിലകൊള്ളുന്നത് അതിനെ ഞാൻ തള്ളിപ്പറഞ്ഞു എന്നല്ല. ഞാൻ അങ്ങനെ ഐ വാസ് സൈറ്റിംഗ് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇന്നത്തെ അനുഭവങ്ങൾ അല്ല. ഞാൻ പൊതുവെ ഒരു പബ്ലിക്കിൻ്റെ ഒരു പബ്ലിക് വ്യൂ നമ്മൾ എടുക്കുമ്പം ലൈക്ക് ഇതിപ്പോൾ ശരിക്കും ആരോഗ്യ പ്രവർത്തകരല്ല ഇത് തെരുവിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഞങ്ങൾ ജോലി എടുക്കുന്നത്, ഇപ്പം ഞങ്ങളൊരു 6 hour ഷിഫ്റ്റ് എടുത്തോട്ടെ, ഒരു 12 hour ഷിഫ്റ്റ് എടുത്തോട്ടെ, ഒരു 24 hour ഷിഫ്റ്റ് എടുത്തോട്ടെ, നമ്മുടെ ഉറക്കം കളഞ്ഞ് നമ്മളിത്രയും സേഫായിട്ടില്ലാത്തൊരു എൻവയറൺമെൻറ്റ്. ഇപ്പം കൊൽക്കത്തയിലെ കേസ് പറഞ്ഞു, ലൈക്ക് നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോയെന്നാണ്. പക്ഷെ അവിടെയും ശ്രദ്ധേയമായ കാര്യം, പുള്ളിക്കാരത്തെ കൊന്നത് പുള്ളിക്കാരത്ത് നിൽക്കുന്ന വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ പുള്ളിക്കാരത്ത് നിൽക്കുന്ന ഹോസ്റ്റലിൽ പോയിട്ടോ അല്ലെങ്കിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വീട്ടിൽ പോയിട്ടോ അല്ല, ഒരു ഹോസ്പിറ്റൽ വെച്ചിട്ടാണ്. അവിടെയും ആ ആളുടെ ഗതികേടെന്ന് വെച്ചാൽ ഒരു പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാൻ ഒരു റൂമില്ലാത്ത പേരിൽ സെമിനാർ ഹാളിലാണ് കിടന്നത്. ഒരു പ്ലാൻ
എക്സിക്യൂട്ടീവായിട്ട് ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും ഞാൻ അന്ന് പറഞ്ഞതുപോലെ സിസ്റ്റം ഫെയിലർ ആണ്. ടിപ്പിക്കൽ സിസ്റ്റം ഫെയിലർ വീണ്ടും വീണ്ടും ജീവൻ എടുക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ലൈക്ക് ഒരാളുടെ ജീവൻ പോയി കഴിയുമ്പോൾ ഈ പ്രതികൾക്ക് അത് ശരിക്കും ഒരു ബലമാണ് കൊടുക്കുന്നത്. നമുക്കൊരു നമ്പർ ഓഫ് ലോസ് ഉള്ള നാട്ടിൽ നമുക്ക് അടുത്തടുത്ത ലോസ് വരണം 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 ഞങ്ങൾ ഞാൻ ഒരിക്കലും ഇനി അടുത്തൊരു ഡോക്ടർ നാദിയ, അവിടെ എനിക്കൊരു ചെറിയ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഐ തിങ്ക് യു മിസ്റ്റേക്ക് മൈ ക്വസ്റ്റ്യൻ. അതായത് അല്ലല്ല ഡോക്ടർ നാദിയ, ഞാൻ പറഞ്ഞത് താങ്കൾ ഡോക്ടർ വന്ദനയ്ക്ക് നേരിടേണ്ടി വന്ന അനുഭവത്തെയും ഇവിടെ കൊൽക്കത്തയിലുണ്ടായ വനിതാ ഡോക്ടർക്ക് നേരെ ഉണ്ടായ അതിക്രമത്തെയും ഒരേ രീതിയിൽ കാണുന്നുണ്ടോ എന്നാണ്. അത് ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ വനിതാ കമ്മീഷന്റെ ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നു ഇതിന് പിന്നിൽ ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുവെന്നും അത് നേരത്തെ തന്നെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാമെന്നും അതിൻ്റെ പേരിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മർഡറാണ് ഇത് നടത്തിയിട്ടുള്ളതെന്നും അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാമെന്നുമാണ്. അല്ലാതെ സ്പർ ഓഫ് ദ മൊമെന്റിൽ ഉണ്ടായ ഒരു സംഭവമല്ല എന്ന അർത്ഥത്തിലാണ് ഞാൻ ചോദിച്ചത്. ആൻഡ് ഐ ഡിഡന്റ് മീൻ ദാറ്റ് ഇത് ആശുപത്രി പ്രിമൈസസിൽ നടന്നു എന്നതുകൊണ്ട് അവിടെ ഇതൊരു സാധാരണ സംഭവമായി കാണണമെന്നല്ല. ഈ ഡോക്ടറുടെ ജീവൻ ആ അർത്ഥത്തിൽ ആശുപത്രിക്ക് അകത്തായിരുന്നെങ്കിലും പുറത്തായിരുന്നുവെങ്കിലും അപകടത്തിലാകുമായിരുന്ന ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ദാറ്റ് വാസ് വാട്ട് ഐ റിയലി മെൻ ടു ഹിന്റ്. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഡോക്ടർ വന്ദനയ്ക്ക് നടന്നതും നമ്മൾക്ക് കൊൽക്കത്ത നടന്ന കേസും സിമിലർ ആണോ എന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ട് തീർച്ചയായിട്ടും രണ്ടും ലിങ്ക് ചെയ്തേ പറ്റൂ. കാരണം സന്ദീപ് എന്ന പ്രതിയെ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ശരി പുള്ളി ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു, പുള്ളി ആ സമയത്ത് ഒരു ബോധമില്ലായ്മയെ ചെയ്തതാ. പക്ഷെ ഇവിടെ പറയുന്നു അവിടെ ഒരു റാക്കറ്റിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പിന്നിൽ ഒരു നിഗൂഢമായ ലക്ഷ്യമുണ്ട്. ലൈക്ക് എനിക്കറിയില്ല വാട്ട് എവർ തിങ് ദേ ആർ എയിമിങ്, സ്റ്റിൽ നമ്മളാണ് ഹോണ്ട് ചെയ്യപ്പെടുന്നത്. ഒരു ഇത്രയും ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ, പുള്ളിക്കാരത്തി കഷ്ടപ്പെട്ട് MBBS പഠിച്ച് അതിനുശേഷം PGക്ക് ജോയിൻ ചെയ്ത് അവളുടെ ജീവിതം ത്യജിച്ചത് തന്നെ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വേറെ പബ്ലിക് സർവീസിന് വേണ്ടിയിട്ടാണ്. ആ ഒരു സിറ്റുവേഷനിൽ വേറെവർ ഇറ്റ് ഹാപ്പൻസ്, വർക്ക് പ്ലേസിലായിക്കോട്ടെ റോഡിലായിക്കോട്ടെ എന്തായിക്കോട്ടെ, ഇറ്റ് ഹാപ്പൻഡ് അറ്റ് എ ഹോസ്പിറ്റലിലാണ് അത് നടന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ, നമ്മുടെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ വർക്ക് പ്ലേസിലുള്ള നമ്മുടെ ഒരു എൻവയറൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വർക്ക് പ്ലേസ് ആണോ, നമുക്ക് അവിടെ അഡിക്വേറ്റ് റെസ്റ്റ് കിട്ടുന്നുണ്ടോ, നമുക്കുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമുക്കിപ്പോൾ നിലവിൽ നിൽക്കുന്ന നിയമം എത്രത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നു. ഇനി പുതിയൊരു നിയമം വരണമെന്ന് ഒരിക്കലും അവകാശപ്പെടുന്ന ഒരാളല്ല ഞാൻ, ഒരിക്കലും ആവശ്യപ്പെടുകയുമില്ല. കാരണം ഇതിൻ്റെ പുറകെ ഞങ്ങൾ വന്ദന ചേച്ചിയുടെ ഇഷ്യൂവിൽ ഞങ്ങൾ കുറേ സംസാരിച്ചിട്ടുള്ളവരാണ്. പക്ഷെ അതിനുശേഷം യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരുമാണ് ഞങ്ങൾ. അപ്പോൾ ഇപ്പമുള്ള നിയമമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരാൾ പേടിക്കുന്ന രീതിയിൽ, ഇപ്പം ഞാൻ ജയിലിൽ നമ്മളിപ്പോൾ മെനു നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും, പുറത്ത് ഇയാൾ നടക്കുന്നതിനേക്കാളും സുഭിക്ഷമായിട്ട് പുള്ളിക്ക് ജയിലിനകത്ത് വസിക്കാം. അങ്ങനെ ഉള്ളപ്പം ഒരു ഓപ്ഷനായിട്ട് അവർക്ക് തന്നെ സെലക്ട് ചെയ്യാം. ലൈക്ക് ഒരു ആരോഗ്യ പ്രവർത്തകരെ കൊന്നാലും അവർക്ക് കുറച്ച് സ്റ്റാർ ആയിട്ട് കുറച്ച് നാൾ ന്യൂസിൽ റൺ ചെയ്ത് പോകാന്നുള്ളതിനപ്പുറം ഒരാൾക്കൊരു പേടി തോന്നുന്ന നിയമം അല്ലെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായിട്ട് ഒരു നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ പറ്റുന്ന ഡേ അതിനുശേഷം ഉണ്ടായിട്ടില്ല. 2023 May 10 ദാറ്റ് വാസ് എ ഷോക്കിംഗ് ഡേ. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഫസ്റ്റ് ടൈം കേട്ട് ഞങ്ങൾ ശരിക്കും ഒരു നെക്സ്റ്റ് ഡേ ഡ്യൂട്ടിക്ക് മുമ്പ് ഞങ്ങളുടെ ഉള്ളിൽ പേടിയാണ്. ഇപ്പോൾ ഈ ഒരു വിഷയം കൂടെ അപ്പം ബ്രൂട്ടലി റേപ്ഡ് ആൻഡ് കിൽ ഷീ വാസ്. അപ്പം ആ ഒരു ഇൻസിഡൻറ്റ് വാട്ടർ എന്തൊരു റിവെഞ്ചിൻ്റെ പേരിലായിക്കോട്ടെ, എന്തൊരു വ്യക്തിഹത്യയുടെ പേരിലായിക്കോട്ടെ, എന്തൊരു പേഴ്സണൽ മാറ്ററിൻ്റെ പേരിലായിക്കോട്ടെ, ഇതെല്ലാം നടന്ന ഒരു ഹോസ്പിറ്റലിലാണ്. ആ ഒരു ഹോസ്പിറ്റൽ രണ്ടാമത്തെ ഡേ ഇത്രയും ഗൂൺസിന് വന്നിട്ട് അത് അടിച്ചു പൊളിക്കാൻ പറ്റുകയും കൺമുന്നിൽ വെച്ച് തന്നെ എന്തൊക്കെ എവിഡൻസ് ഫോറൻസിക് പരമായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇത്ര കൃത്യമായിട്ട് നശിപ്പിക്കാൻ അവർക്കൊരു ശക്തി നൽകിയിട്ടുണ്ടെങ്കിൽ, അവർക്കൊരു ധൈര്യം നൽകിയിട്ടുണ്ടെങ്കിൽ, ആ ധൈര്യത്തിന് പിന്നിലുള്ള ആ ധൈര്യത്തിന് പിന്നിലുള്ള നിയമം ഇവിടെ ഇല്ലാണ്ടാക്കി ഇവിടെ ഇരയ്ക്കൊപ്പം എന്ന് ഞങ്ങൾ ഓരോ പ്ലക്കാർഡിൽ എഴുതി പിടിക്കുമ്പോഴും, ഇവിടെ ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് ഞങ്ങൾ സാധാരണ ജനങ്ങളെ അവർ പറയുമ്പോഴും ബുദ്ധിമുട്ടിക്കുമെന്ന് പറയുമ്പോഴും ഞാൻ ശരിക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറയാം. ഇന്നലെ ഓരോ പേഷ്യൻസ് ഇവിടെ, ഞാൻ എമർജൻസിയിൽ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടറാണ്, ഇവിടെ എമർജൻസിയിൽ ഓരോ പേഷ്യൻസ് വരുമ്പോഴും നാളെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, അപ്പോൾ OPയിലേക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മരുന്ന് എഴുതിയിട്ടുണ്ട്, ഇൻ കേസ് ഇനി എമർജൻസി ഉണ്ടെങ്കിൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു വിടുന്നവരാ. അപ്പോൾ അത് കൺസിഡറേഷന് പുറത്ത് ഞങ്ങളത് ചെയ്യുമ്പോൾ ശരിക്കും പബ്ലിക്കാണ് ഞങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടത്. കാരണം വൺ ഡേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്താൽ മതി, ഇന്ന് OP മാത്രമേ ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളൂ, എനിക്കൊരു സൺഡേ എഫക്റ്റ് ഈ ഹോസ്പിറ്റലിൽ തോന്നുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം മാറ്റി ഒരു എമർജൻസി ഫുൾ ഉൾപ്പെടെ എമർജൻസി ICU വാർഡ് OP എല്ലാം ബോയ്ക്കോട്ട് ചെയ്യാവുന്ന സിറ്റുവേഷനിൽ
ഞങ്ങളെ കൊണ്ട് എത്തിക്കുന്ന ദിവസം ഇവിടുത്തെ ഡെത്ത് റേറ്റ് പണ്ട് എന്തായിരുന്നു, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യാതെ എസ്റ്റാബ്ലിഷ് ചെയ്യാത്ത കാലഘട്ടത്തിൽ ഡെത്ത് റേറ്റ് എങ്ങനെയായിരുന്നോ അങ്ങനെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ് ഞങ്ങൾ. പക്ഷെ ആ ഒരു കൺസിഡറേഷൻ ഞങ്ങളോട് കാണിക്കാറില്ല. ഈ ദുരവസ്ഥ ഞാൻ പറയുമ്പോൾ പോലും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യം, ലൈക്ക് നിങ്ങൾക്ക് ഈ അവസ്ഥയെ പറ്റി എന്താ പറയാനുള്ളതെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു വളരെ ദയനീയമായ അവസ്ഥയാണ് നിങ്ങളുടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നിട്ട് നീ ഒരു സ്റ്റാറ്റസ് പോലും ഇട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ എന്നോട് പുള്ളിക്കാരൻ എടുത്ത് വായി പറഞ്ഞത്, അത് നിങ്ങളുടെ ഇഷ്യൂ അല്ലേ? അല്ല, ഇത് ഞങ്ങളുടെ ഇഷ്യൂ അല്ല, ഇത് നിങ്ങളുടെ ഇഷ്യൂ ആണ്, ഞങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ടവർ. അപ്പോൾ ആ വന്ദന ചേച്ചിക്ക് ഇന്ന് എന്തെങ്കിലും ജസ്റ്റിസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിൽ കൈ വെച്ച് എനിക്ക് പറയാൻ പറ്റും, ജസ്റ്റിസ് ഇസ് നെവർ, അവിടെ ഒന്നും സെർവ് ചെയ്തിട്ടില്ല, ജസ്റ്റിസ് അവിടെ ഉണ്ടായിട്ടില്ല. അന്ന് ഞങ്ങൾ പറഞ്ഞു ഫാസ്റ്റ് ട്രാക്ക് കോടതി വഴി മൂവ് ചെയ്യണം. എന്ത് ഡിലേ ആണ് ഈ കാര്യങ്ങൾ വരുന്നത്? ഇവിടെ ഡോക്ടർ നാദിയ, ഇവിടെ എനിക്ക് മനസ്സിലായി ഡോക്ടർ നാദിയ, എന്ത് നിയമ സംരക്ഷണം? ഐ അണ്ടർസ്റ്റുഡ്.